ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും അത്യാവശ്യമുള്ള സാധനമാണ് സോപ്പ് പൊടി എന്ന് പറയുന്നത്. ചിലപ്പോൾ വാഷിംഗ് മെഷീനിലായിരിക്കും കഴുകണം, അതല്ലെങ്കിൽ കൈകൊണ്ടൊക്കെ ആയിരിക്കും കഴുകണം. പക്ഷേ എന്നാലും സോപ്പ് പൊടി അത്യാവശ്യമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഈ സോപ്പ് പൊടി എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ ബ്രാൻഡഡ് ആയാലും ഒരു നല്ല സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു 100 രൂപ, 110 രൂപ അല്ലെങ്കിൽ 150 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് 1 കിലോ സോപ്പ് പൊടിക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വെറും 200 രൂപക്ക് 5 കിലോന് മേലുണ്ടാവും സോപ്പ് പൊടി. നമ്മൾ അധികം കെമിക്കലൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് ഒരു 5-6 മാസത്തേക്കുള്ള സോപ്പ് പൊടി 5 കിലോ ഉണ്ടെങ്കിൽ തികയുമല്ലോ, പോട്ടെ ഒരു 3 മാസമൊക്കെ കിട്ടിയാൽ ലാഭമാണോ ആ സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം കാർബണേറ്റ്, അതാണ് ആദ്യത്തെ സാധനം. അതായത് നമ്മുടെ അലക്കുകാരുണ്ടല്ലോ, അതാണ് ഈ സംഭവം. ഇത് ശരിക്കും ഒരു ആൽക്കലൈനാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പ്, സോഡിയം ക്ലോറൈഡ്, ഈ സംഭവമുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന സാധനമാണ് സ്ലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചേർക്കാനുള്ള സംഭവമാണ്. അതായത് ഇതൊരു പെട്രോളിയം പ്രൊഡക്റ്റ് തന്നെയാണ്, ഒരു കെമിക്കലായിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഒരു ആസിഡായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കണം. ഇതൊക്കെ എടുക്കുമ്പോൾ എന്തായാലും ഗ്ലൗസ് കൊണ്ട് തന്നെ ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കളർ ഗാർഡ്. ഇതിൽ ഉപ്പിൽ കളർ ചേർത്തിട്ടുള്ള സംഭവമൊക്കെ തന്നെയാണ്, വേറെ വിഷയം എന്നുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഉള്ളതാണ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സ്മെല്ലാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള പെർഫ്യൂം വാങ്ങിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കണത് സർഫ് എക്സലിൻ്റെ മോഡൽ പെർഫ്യൂമാണ് വാങ്ങിച്ചേക്കണം. അപ്പോൾ ഇത്രയും ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ വെയിറ്റ് കൂട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടല്ലോ, ഈ 100 രൂപയ്ക്ക് സോപ്പ് പൊടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പിൻ്റെ അളവും അതുപോലെ വേറെ പല ഐറ്റംസൊക്കെ ഉണ്ട്, അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെയിറ്റ് കൂടി കിട്ടും. അപ്പോൾ 100 രൂപയ്ക്കൊക്കെ 5 കിലോ സോപ്പ് പൊടിയൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീനുകൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും. ഈ ഉപ്പാണ് ഇതിൽ കൂടുതൽ വരുന്നതല്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് വെച്ചാൽ 3 കിലോ ഈ സോഡാഷ് എടുത്തിട്ടുണ്ട്, അലക്കുകാരം. പിന്നെ ഇത് വരുന്നത് 2 കിലോ ഉപ്പുള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഒരു കിറ്റായിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുക, അതുപോലെ മാസ്ക് വെക്കുക. നിങ്ങൾക്ക് വല്ല അലർജിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റീലും മറ്റ് അലൂമിനിയം പാത്രങ്ങളിലൊന്നും ചെയ്യരുത് കേട്ടോ, അപ്പോൾ അത് പണിയാവും. അപ്പോൾ ഈ നമ്മൾ സോഡിയം കാർബണേറ്റാണ് എടുത്തേക്കണം, അലക്കുകാരം എടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് കുടഞ്ഞങ്ങളിടാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാസ്ക് വെക്കണം എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഈ സാധനം മൂക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയൊക്കെ പറഞ്ഞ് മൂക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനേ ഇതിൽ നിന്നൊരു സ്വല്പം എടുത്ത് മാറ്റി വെച്ചേക്കണം. നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറൊരു പരിപാടികളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇത്തിരി എടുത്ത് മാറ്റി വെച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അലക്കുകാർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലറി എന്ന് പറയുന്ന സാധനം കേട്ടോ. 6 ലിറ്റർ സ്ലറി ഉണ്ട്. സ്ലറി അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കലാണ്. സ്ലറി ഒഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ചെറിയൊരു കെമിക്കൽ റിയാക്ഷനൊക്കെ നടക്കും. അപ്പോൾ ഇതിൻ്റെ ആവി പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് വീർത്ത് വരും, അപ്പോൾ മൂക്കിലോട്ടൊക്കെ പോകട്ടാ, ശ്രദ്ധിച്ച് ചെയ്യണം. വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൈ കൊണ്ടൊക്കെ തന്നെ കുഴക്കാൻ പറ്റും. സ്ലറി നല്ലതാണെങ്കിൽ ഉണ്ടല്ലോ, സംഭവം നല്ല പതയൊക്കെ വരും, നല്ല ഇതായിരിക്കും. പിന്നെ വേറൊരു സംഭവമുണ്ട്. ആദ്യം ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോലൊക്കെ എടുത്തിട്ട് ഇളക്കണുള്ളൂ, കൈ കൊണ്ടൊന്നും ഇളക്കണില്ല. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആൽക്കലൈനും ആസിഡും കൂടി ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞ് സാധനം നോർമലാവും. അത് കഴിയുമ്പോൾ നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് സാധനം ശരിയാക്കാം. അപ്പോൾ ഒരു അടിക്കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഇത് വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി ഒരു 20 മിനിറ്റ് നമുക്ക് വെക്കണം. 20 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണ്ട, നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് വെക്കാം. നോക്കി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സാധനം പൊങ്ങിയാണ്. പൊങ്ങി ഒരു വീർത്ത് വരും. അപ്പോൾ നമ്മൊരു 3 കിലോ സോഡാഷ് ഇട്ട് കൊടുത്ത് ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും വലിപ്പം തന്നെ നോക്കിക്കൂടാ. കുറച്ച് സമയവും ഒരു 10-200 രൂപ ഉണ്ടെങ്കിലല്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ വേറെ സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി പവറാക്കാം. പക്ഷേ അങ്ങനെ കൂടുതൽ പവറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിക്ക് തന്നെ കേടാണ്. അപ്പോൾ അധികം കെമിക്കൽ ചേർക്കാണ്ട് ഇത്രയും ഈ 2-3 ഐറ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല സോപ്പ് പൊടിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പല പ്രാവശ്യവും പരീക്ഷിച്ചൊക്കെ നോക്കി സാധനം ഓക്കെ ആയി. ഞാൻ തുണിയൊക്കെ കഴുകി നോക്കിയതിന് ശേഷമാണ് ഇത് ചെയ്യണത്. അല്ലാതെ ആദ്യം തന്നെ ഞാനിത് ഈ പരീക്ഷണമാണ് നിങ്ങളെ കാണിക്കണമെങ്കിൽ ലാസ്റ്റ് അത് പാളിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധനം വാങ്ങിച്ച് നമ്മൾ തന്നെ സ്വന്തം ചെയ്തൊക്കെ നോക്കി നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ പരിപാടി. ചെറിയൊരു ചൂട് കണ്ടോ, ഈ സാധനം ചൂടായിട്ടുണ്ട്. നമ്മൾ 6 മാസമൊക്കെ സോപ്പ് പൊടി ഇത്രയും വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സ്ലറി മിക്സ് ചെയ്ത് വെച്ച് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് എന്നുള്ളത് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഗ്ലൗസ് ഉപയോഗിക്കണതാണ് നല്ലത്. കാരണം ചെറിയ ചൂടുണ്ടാവും.
അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചൂട് കുറഞ്ഞ് വരും. എന്നിട്ട് മെയിനായിട്ട് പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ 2 കൈയും ചേർത്ത് ഈ പൊടി ഇങ്ങനെ എടുത്ത് കട്ട പിടിച്ചേക്കണേക്കാം ഇങ്ങനെ പൊടിച്ചെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് വരും. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീടിൻ്റെ അടുത്തൊക്കെ ചെറിയ ഇത് സ്ത്രീകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് തൊഴിലാളികളൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇതിപ്പോൾ ബൾക്കായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് വീടിൻ്റെ അടുത്തൊക്കെ തന്നെ കൊടുക്കാം ഇതുപോലെ ചെയ്തിട്ട്. അപ്പോൾ അതൊരു ലാഭമുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ചെറിയൊരു തൊഴിൽ, ചെറിയൊരു വരുമാനം, ചെറിയ ലാഭത്തിന് കൊടുത്താൽ നല്ലൊരു കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അങ്ങനെ ചെയ്യണ പലരും ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ 200 രൂപയ്ക്ക് ഒരു കിറ്റ് എടുത്തപ്പോൾ 250 രൂപയ്ക്കുള്ള കിറ്റ് വേറെയും ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇത്തിരി കൂടി കൂടുതൽ സാധനമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 200 എന്നുള്ളത് ഒരു 150 രൂപ റേഞ്ചിൽ നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടും. അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യണമെന്നില്ല, നല്ല ലാഭത്തിന് കിട്ടും. അതുപോലെ ഈ സാധനമൊക്കെ മാറ്റിയാൽ മതി. ഈ ചേർക്കുന്ന പെർഫ്യൂമുകളൊക്കെ ഉണ്ടല്ലോ, കുറേശ്ശെ എടുത്തിട്ട് ഇപ്പോൾ ഒരു 5 കിലോ 10 കിലോ എടുത്ത് ചെയ്യുമ്പോൾ പെർഫ്യൂം മാറ്റി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ബ്രാൻഡ് പോലെ കൊടുക്കാം. അങ്ങനെയൊക്കെ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണിത്. അപ്പോൾ അതിന് കട തന്നെ വേണമെന്നില്ല, കടയിൽ വെച്ചാൽ ചെയ്യണമെന്നും വേണ്ട, വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് വെച്ച് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തിരുമ്മി ഉടക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കണമെങ്കിൽ അരിപ്പുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ശരിക്കും അപ്പോൾ ഈ ഒരു 3 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അലക്ക് സോപ്പായിട്ട് എടുക്കാം. പിന്നെ ഇത്തിരി കൂടി ഗ്രേഡ് കൂട്ടണമെങ്കിൽ ഈ ടിനോപ്പാൽ അങ്ങനെയുള്ള വേറെ കുറച്ച് ഐറ്റംസും കൂടെയൊക്കെ ഉണ്ട്. അതൊക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം. മെയിൻ ഈ സാധനം മതി തന്നെ. അധികം സാധനങ്ങളൊക്കെ ചേർത്ത് വെറുതെ ഈ കെമിക്കൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തുണിയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചീത്തയായി പോകും. എപ്പോഴും സോപ്പ് പൊടി വാഷിംഗ് മെഷീനിലൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഉപ്പാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. വാഷിംഗ് മെഷീൻ വെറുതെ കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മി ഇങ്ങനെ ഉടച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉപ്പ് ചേർക്കണം, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇനി അടുത്ത ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അവിടെ നമുക്ക് കളർ ഗാർഡ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് സമയം കളയണ്ട. സമയം കളഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരില്ല. ഇതാണ് കളർ ഗാർഡ്. അപ്പോൾ ഈ സാധനമൊക്കെ നമ്മുടെ സോപ്പ് പൊടി അങ്ങനെ കെമിക്കൽ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. ഇത് കിറ്റായിട്ട് വിൽക്കാനുണ്ടാവും. ഹോൾസെയിലായിട്ടാണെങ്കിൽ വേറെ രീതിയിൽ തന്നെ വാങ്ങിക്കേണ്ടി വരും. അതിലേക്ക് നമ്മുടെ പെർഫ്യൂമും കൂടെ എടുക്കലാണ്. കുഴപ്പമില്ല, നല്ല അടിപൊളി പെർഫ്യൂമാണ്. തുറന്നിട്ടില്ല, ഞാൻ ഒരു തുറന്നിരിക്കുന്നത് മേടിച്ച് ഒഴിക്കട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ സാധനവും ചേർത്തിട്ടുണ്ട്. എല്ലാ സംഭവമൊക്കെ ചേർത്തിട്ട് ഇനി ഇതുപോലെ തന്നെ അങ്ങോട്ട് നല്ലോണം മിക്സാക്കാം. ഈ കുഴക്കെല്ലാം ഇതിൻ്റെ പരിപാടി ചെയ്യണം. ഇത്രയും സംഭവമുള്ളൂ. 200 രൂപക്ക് നമുക്ക് ഇതിപ്പോൾ ഒരു 5 കിലോക്ക് മുകളിലുണ്ടാവും കേട്ടോ, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആലോചിക്കണം, മറ്റേത് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 5 കിലോക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു നല്ല ഒരുവിധം കുഴപ്പമില്ലാത്ത ബ്രാൻഡാണെങ്കിൽ 500 രൂപ 550 രൂപ കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ 200 രൂപക്കാണ് സാധനം ശരിയാക്കിയത്. പിന്നെയെന്ന് വെച്ചാൽ അവർക്ക് പരസ്യവും ഇതൊക്കെ ആയിട്ട് അവർക്കും ജീവിക്കണ്ടേ അല്ലേ? അപ്പം അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായി. ഇപ്പം നമുക്കും ജീവിക്കണ്ടേ? അങ്ങനെ നമ്മൾ കുറഞ്ഞ രീതിയിൽ ചെയ്യണം. അതല്ല, ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു അറിവും കൂടിയായിട്ടാണ് കിട്ടണത്. കാരണം ഈ സോപ്പ് പൊടിയിൽ ചേർത്തേക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇന്ന സാധനങ്ങളൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായത്. അതായത് അതിക്കുമ്പോഴൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ ഈ സോപ്പ് പൊടിയൊക്കെ വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ബോഡിയും ഇതൊക്കെ അങ്ങോട്ട് തുരുമ്പ് പിടിച്ച് വരും. കാരണം എന്താണ്, നമ്മൾ എത്ര നല്ല സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ ചേർന്നിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനത്തെയൊക്കെ അല്ലേ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ
ഒന്ന് ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കാണാനും ഇതൊക്കെ കണ്ട് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എനിക്കിതുണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ സോപ്പ് പൗഡർ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട സോപ്പ് പൗഡർ വയ്ക്കുക. അടിപൊളി നല്ല പക്ക സോപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പതപ്പിച്ച് കഴുകിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. പതവന്നുണ്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങൾ വിചാരിക്കും നീ വെറുതെ നമ്മൾ പറ്റിക്കണമെന്ന് വിചാരിക്കും. ഇതൊന്നല്ല. കണ്ട അങ്ങനെ നമ്മുടെ സോപ്പ് പൊടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സോപ്പ് പൊടി ഇട്ടൊന്ന് കഴുകി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത്ര സോപ്പ് പൊടി എടുക്കണുള്ളൂ. ഇനി ഇത് ഗ്ലൗസ് വരാല. ഇനി ഗ്ലൗസൊക്കെ ആണ് മാറ്റി വെച്ചിട്ടേ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് അതെ 2 ഷർട്ടാണ് ഇത് യൂണിഫോമാണ്. അതിലേക്ക് മുക്കി വെക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം. എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് കളറെന്ന്. നല്ല ടിപ്പം പത കേട്ടോ. ഒരു നിസ്സാരം സോപ്പ് പൊടി എടുത്തുള്ളൂ. ഒരു ഇത്തിരിക്കോളം സോപ്പ് പൊടി എടുത്തുള്ളൂ. പക്ഷേ പത നല്ല കിട്ടില്ല പറഞ്ഞു മതി. നമുക്കിനി ഒന്ന് ഊരിയെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമുക്ക് മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ബായ്.